ഇത് വലിയ സമരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ പ്രതിഷേധവും അടിയും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തല്ലും കൊടുത്തപ്പോഴും കുട്ടികൾ വീണ്ടും വീണ്ടും സമരത്തിലേക്ക് വരികയാണ്. സിനിമാക്കാരെ ഒന്ന് ഭയപ്പെടുത്തി നിർത്താൻ നോക്കിയപ്പോൾ ഇപ്പോൾ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മമ്മൂട്ടിയും മഞ്ജു വാര്യരും കേരളത്തിൽ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ട, പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ കൂടുതലായിട്ട് വരിക ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന വൈകാതെ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ ഒരുപക്ഷെ അവിടെ ഇവിടെ ഇല്ലാത്ത മട്ടിലാണെങ്കിലും ഒരു പ്രതികരണം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ എം പിമാരെയും കൂടെ നോക്കൂ. ശരിക്കും അവർ ഈ പറയുന്ന സമരത്തിൽ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. അവരുടേതായിട്ടുള്ള നീറ്റ് പരീക്ഷാ ക്രമക്കേടുള്ള സമരം അവർ വേറെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും പറയാതെ വേറെ എവിടെയോ രാജ്യത്ത് പോയിട്ട് ജീവിക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും നാട്ടിലേക്ക് വരികയും ഉടനടി അവിടെ ഒരു യോഗം നടന്നപ്പോൾ ഇത് ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് ചാടി ആ സമരസ്ഥലത്തേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ എം പിമാരെല്ലാവരും വന്നിട്ട് അവിടെ നിന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് MA ബേബി അവിടെ പോവുകയും ആദ്യത്തെ ദിവസം പോലീസിനാൽ തള്ളിമാറ്റപ്പെടുകയും ചെയ്തിരുന്നു. അത് പിന്നെ അന്നങ്ങനെ വലിയ വാർത്തയൊന്നും ആയില്ല. SFIക്കാരും ഐസക്കാരും AISക്കാരും ഒക്കെ ഉള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. KSUകാർ അവിടെ ഉണ്ടായിരുന്നേ ഇല്ല. ഒരു പോസ്റ്റർ പോലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പ്രതികരിക്കാൻ വിസമ്മതിച്ചിരുന്ന അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ കാര്യമല്ല എന്ന് കരുതിയിരുന്ന ആളുകൾ പോലും അവിടേക്ക് ഇപ്പോൾ വന്നു. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ കാരണമുണ്ട് കേട്ടോ. കാരണം ആം ആദ്മി പാർട്ടിയെ പോലെ CJPയും തങ്ങൾക്ക് ബദലായിട്ട് തങ്ങളുടെ വോട്ട് മാന്തുന്ന ഒരു ടീമായിട്ട് മാറുമോ എന്ന ഭയമായിരിക്കണം ഒരുപക്ഷെ അവരെ CJP എന്ന പേര് പോലും പറയാതിരിക്കാൻ രാഹുൽ ഗാന്ധി ഇത്രയും ദിവസം ശ്രമിച്ചതിന് കാരണം. എന്തായാലും ഇതിൻ്റെ കാര്യം ഇതാണ്. സമരം ഇത് വിജയിക്കാതെ അടങ്ങാത്ത ഇതുവരെ ഈ 10-12 വർഷക്കാലത്തെ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തില്ലാത്തത്രക്ക് ശക്തിയായ ഒരു സമരമായി കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ സമരത്തെ അങ്ങനെ അടിച്ചമർത്തുക എളുപ്പമല്ല. അതിലൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഇത് പാകിസ്ഥാൻ ഫണ്ടഡ് സമരമാണ് എന്നോ അല്ലെങ്കിൽ ഇവർക്ക് മുന്നിൽ അർബൻ നക്സൽസ് ആണ് എന്നോ ഒന്നും പറഞ്ഞിട്ട് തള്ളിക്കളയാൻ, ഇതുവരെ ഉണ്ടായിരുന്ന സമരങ്ങളെല്ലാം അതാ മുസ്ലിങ്ങളാണ് കേട്ടോ സമരം നടന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദി ബെൽറ്റിലെ ആളുകളിൽ ഏതോ തരത്തിലൊരു സ്വീകാര്യത ഈ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾക്ക് BJPയുടെ വാദങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ അർബൻ നക്സൽസ് ആണ് കേട്ടോ, അയ്യോ നമ്മുടെ കുട്ടികളെ അർബൻ നക്സൽസിൻ്റെ അടുത്ത് പോകണ്ട, അപ്പോൾ ഈ സമരം തെറ്റായിരിക്കും എന്ന് വിശ്വസിപ്പിക്കാൻ ഈ നോർത്ത് ബെൽറ്റിലെ ആളുകളെ എന്ന് വെച്ചാൽ പ്രധാനമായും വോട്ട് ചെയ്യുന്ന മനുഷ്യരെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ ഈ BJPക്കും കേന്ദ്ര സർക്കാരിനും സാധിക്കുമായിരുന്നെങ്കിൽ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ആളുകൾ ഇന്ന ആളുകളാണ് കേട്ടോ എന്ന് കുറ്റം പറയാൻ പറ്റാത്ത വിധം ഇവരുടെ എല്ലാം വീടുകളിൽ നിന്നുള്ള കുട്ടികളാണ്. BJPയുടെയും RSSൻ്റെയും വീടുകളിലുള്ള കുട്ടികളാണ്. അവിടെ പോയി നിന്നാൽ ഈ പറയുന്ന പോലെ എൻ്റെ മകനാണല്ലോ അത് എന്ന് സ്വയം തിരിച്ചറിയാവുന്ന, എൻ്റെ മകൻ്റെ പ്രശ്നമാണല്ലോ എൻ്റെ മകളുടെ പ്രശ്നമാണല്ലോ എന്ന് തിരിച്ചറിയാവുന്ന ഒരു സംഭവമായിട്ട് ഇതെല്ലാവരുടെയുമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനെ തടയുക എളുപ്പമല്ല.